ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. ഉറപ്പിക്കാനൊന്നുമില്ല, ഉറപ്പുള്ള കാര്യമല്ലേ ഇത്. നിങ്ങൾക്കാണ് ഉറപ്പുണ്ടായിരുന്നില്ല, നമുക്ക് ഉറപ്പായിരുന്നു. ഇപ്പോ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത്. അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക. ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 2 ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത്. ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത്. കാരണം 2022 ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അർജന്റീന എന്ന് മാത്രമല്ല, ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നത് 26 ആകുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ പിന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അതിന് എഫ് മുമ്പ് അംഗീകാരം നൽകിയതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത് കുറേ ശ്രമിച്ചതാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ച് വരിക. വലിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയൂ. അപ്പം അതാണല്ലോ നോക്കുന്നത്. അറിയാലോ, ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണ്. അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള ധാരാളം ഫുട്ബോൾ പ്രേമികൾ ഈ താരത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി നോക്കണം. കളി എന്നുള്ള ഫ്രണ്ട്ലി മാച്ച് ലോകത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ടിക്കറ്റ് വെച്ചിട്ടാണല്ലോ നടക്കുക. അപ്പോൾ മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് അവരെ കാണാൻ ഉള്ളൊരവസരം ഒരുക്കുക. അതാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. അതാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇപ്പോൾ കേന്ദ്ര കായിക വകുപ്പിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ അനുമതി നമുക്ക് ലഭിച്ചല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ജിയോ ഇറങ്ങിപ്പോയതാണ്. സർക്കാരും ജിയോ ഇറക്കിയിട്ടുണ്ട്. വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അവര് ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ 50, അതിൽപ്പെട്ട ടീമാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ട്. കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിനൊരു എഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ. അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു. 3-4 ടീമുകൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു ആവേശം പകരുന്ന ഒരു സ്പിരിറ്റ്, ഇത്രയേ ഉള്ളൂ. അതായത് ഫിഫ ടോപ്പ് 50 റാങ്കിങ്ങുള്ള ടീമായിരിക്കും. അത് ഏഷ്യൻ ടീമാണെങ്കിൽ കൂടുതൽ പരിഗണന ഉണ്ടാവും അല്ലേ? അല്ല, നോക്കാം ഏതാണോ കിട്ടുന്നത് അത് നോക്കാം. സെക്യൂരിറ്റി കാര്യം പറഞ്ഞാൽ തന്നെ വലിയൊരു സെക്യൂരിറ്റി സംവിധാനം വെക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. നമ്മളെ സ്റ്റേറ്റിലല്ല, നമ്മുടെ സ്റ്റേറ്റിൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതൊരു ചരിത്ര സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അതിന് കാണുകയും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട സ്റ്റേഡിയം നവീകരിക്കേണ്ട തരത്തിലേക്ക് പോകുമായിരിക്കുമോ? സീറ്റെല്ലാം തന്നെ നോക്കാം. ഇപ്പം അവർ ഡൽഹിയിൽ നിന്നും പിന്നെ അതിൻ്റെ എക്സ്പേർട്സ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങുള്ളൊരു കപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. 2015
അത് നല്ല രീതിയിൽ വിജയിച്ചതാണ്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തിയത്. അപ്പോൾ അവിടെ നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ തടസ്സം ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഒന്നാമത് ഇത് ഫിഫ കളിയല്ലല്ലോ, ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കണ്ടില്ലെങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ. അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ടീം ഉണ്ടാവോ അല്ലെങ്കിൽ കൂടുതൽ ദിവസം ഉണ്ടാവോ, മറ്റ് റാലിയോ? അതിൽ അവര് ഒന്നും സാധ്യമല്ല. പക്ഷെ അവര് ഇവിടെ ഉണ്ടാവും, ഒരു മുൻപിന്നാണല്ലോ പറഞ്ഞു. കേരളത്തിൽ കാണട്ടെ, കേരളത്തിൽ കാണട്ടെ. അതിനനുസരിച്ചുള്ള ക്രമീകരണം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇതിൽ നമ്മുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, ഞാൻ അന്നും പലപ്പോഴും നിങ്ങൾ പലതും പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ 2025 കൊണ്ടുവരണമെന്ന്. അപ്പം അതിനുള്ള ചില കാര്യങ്ങളിലൊക്കെ വന്ന ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്താണ് നിങ്ങളിതൊക്കെ പറഞ്ഞത്. പക്ഷെ അവർ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ വെച്ചല്ല നിങ്ങൾ ആരും സംസാരിച്ചു. അങ്ങനെ ചെറിയൊരു ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ വന്നു. അതായത് പോട്ടെ. അപ്പോൾ അതായത് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഓണ സമ്മാനം എന്നുള്ള രീതിയിൽ, ഓണം ആണല്ലോ, ആ രീതിയിൽ നമുക്കതിനെ കാണാം. ആ രീതിയിൽ തന്നെ അത് കൊണ്ടാടാം. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. തീയതി ഉൾപ്പെടെ വരും ദിവസം പ്രഖ്യാപിക്കും. തീയതി ഓൾറെഡി അവർ പറഞ്ഞ ആ വെബ്സൈറ്റിലുണ്ടല്ലോ, ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിയോന്നറിയില്ല. നമ്പർ 18 അങ്ങനെയാണ് വിൻഡോ കൊടുക്കുക. ആ വിൻഡോയിലാണ്. നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണമല്ലോ, ആകാശം കാലാവസ്ഥ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നോക്കി ചെയ്യാം. അല്ല, അതെല്ലാം നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ പ്രശാന്തിനെ പോലുള്ള ആളുകൾ എന്തായാലും മലബാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലേ നസീം? നോക്കാം എത്രയുണ്ട് അവര്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അറിയാലോ, വിദേശ ടീമുകൾക്കൊക്കെ അവരേതായാലും നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഇതിന്. മില്യൺ കണക്കിന് ആരാധകരുള്ള ടീമുകളാണതെല്ലാം. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞാൽ പോരെ. നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഷാൻഡോ, അദ്ദേഹം ഈ ആദ്യത്തെ സ്പോൺസർ മാറിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതിനെന്താ മിസ്റ്റർ നമുക്ക് നോക്കാം, വലിയ വരും എന്ന് പറഞ്ഞപ്പോൾ നോക്കാം. അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കളിയാണല്ലോ അത്. സത്യത്തിൽ എന്തോ ആവട്ടെ, അതൊരു നല്ല വാക്കായി ശരിക്ക്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ സ്പോൺസർ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ സമയത്ത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇതിന് വിപുലമായിട്ടുള്ള പ്രവർത്തനം നടത്തി ഇത് കൊണ്ടുവരിക. ഞാനത് അങ്ങനെ ഒരു കാര്യമുണ്ട്. നന്നായി. ഏതായാലും സർക്കാരിനതിൽ അത് തെറ്റായിട്ടൊരു വാർത്ത പരക്കുന്നു. പലപ്പോഴും പിന്നെ നിങ്ങൾ പറയുന്ന വാർത്ത സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത. എവിടെയാണ് ഇതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത? ഒരു രാജ്യത്ത് ഒരു വിദേശ ടീം, അതും ലോകത്തിൽ തന്നെ ഏറ്റവും ഫാൻ ബേസുള്ള ടീം വരുമ്പോൾ അവർക്കുള്ള സെക്യൂരിറ്റി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കടമയാണ്. അതല്ലാതെ വേറെന്ത് പണമാണ്? നമുക്കൊരു പണവും ചിലവൊന്നും ഇല്ല. അതാണ് ഞാൻ സ്പോൺസറുടെ കാര്യം പറഞ്ഞത്. ആ സ്പോൺസർ ആൻറ്റോ അവർ അത്രയും അതിന് നമ്മളെ ഗുണമൊന്നല്ലോ. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 13 ലക്ഷം എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. നമുക്ക് അതിൽ ഞാൻ നേരത്തെ ഒരു ചാനലിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു, അത് ഈ അർജന്റീനൻ ടീമും മാത്രമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. അവിടെ അവരുടെ ഒരു അക്കാദമി നമ്മൾ സന്ദർശിച്ചു. അവിടെ ബന്ധപ്പെട്ട FIയുടെ പ്രതിനിധികളുണ്ടായിരുന്നു, അവരുമായി സംസാരിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതായിരുന്നില്ല നമ്മൾ ലക്ഷ്യം. സ്പെയിനിലെ സ്പോർട്സ് കൗൺസിൽ ഇതിൽ നമ്മൾ സന്ദർശിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം, 7 ബില്യൺ രൂപ പിന്നെ ഡോളർ ചെലവഴിച്ചുള്ള സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയി
നമുക്ക് അതുകൊണ്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മേനംകുളത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഹൈടെക് പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ ആ കണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയില്ല. മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട DPR ഉണ്ടാക്കിയതാണ്. പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ DPR മാറ്റം വരുത്തിയത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ആ സന്ദർഭത്തിന് ശേഷമാണ് അത് നമ്മളിപ്പോൾ ഇപ്പോൾ 2ാം പ്രാവശ്യം ടെൻഡർ വിളിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാറിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻറ്റർ ഇത് PPP അടിസ്ഥാനത്തിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്നാണ് നമ്മൾ ആ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യാത്രയിൽ കിട്ടിയ വലിയ അറിവുകളാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തും. അതാണ് ഇപ്പോൾ ലാലീഗയുമായി നമ്മൾ സ്പെയിനിൽ വെച്ച് സംസാരിച്ചു. ഈ കോളേജ് ലീഗിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ച അവരെ കുറേ അഡ്വൈസുകളുണ്ട്. അത് മാത്രമല്ല 2 വർഷം നോർമലി ഈ ഒരു ലീഗ് മത്സരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സഹായം, അങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ളത്. അവർ വരികയും ഇതിൻ്റെ സ്കൗട്ടിങ് നടത്തി നമ്മുടെ താരങ്ങൾക്ക് കോളേജ് വിദ്യാർത്ഥികൾ കൂടുതൽ അവസരമുണ്ടാക്കാനുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെലവ് എന്നുള്ളത്, അതിലപ്പുറം മറ്റൊന്നുമില്ല. അതിനങ്ങനെ കാണരുത്. കാരണം നമ്മുടെ ഡിപ്ലോമയ്ക്ക് പാസ്പോർട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പണം കൊണ്ട് യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. രേഖകളുണ്ടാവണം, യാത്ര ചെയ്ത എന്താണ് അതിൻ്റെ എയിം, അതെല്ലാം തന്നെ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനുള്ളതല്ലേ. വലിയ വിമർശനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അനുസരിച്ച് ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള ക്യാമ്പയിനിൽ വന്നത് സംസ്ഥാനത്തെ ഈ പണം ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് പല മൈതാനങ്ങളും ശോച്യാവസ്ഥയിലാണ്. അതിന് സർക്കാരിൻ്റെ പണമാണെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ പോലുള്ള ഒരാളുടെ അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു കളിക്ക് ആ പണം നിങ്ങൾ ഈ പണം ഗ്രൗണ്ട് ഉണ്ടാക്കാൻ തരുമെന്നുള്ളല്ലോ. ഒരു കളി എന്നുള്ള ഒരു സ്പിരിറ്റല്ലേ. സർക്കാരിന് കഴിയുമോ ഇത്രയും വലിയ പണം ചിലവാക്കി കൊണ്ടുവരാൻ? ഒരിക്കലും കഴിയും. അതൊന്നും പ്രാക്ടിക്കൽ അല്ല, അതൊന്നും നമ്മൾ ആലോചിക്കില്ല. അപ്പം ആ ഒരു സംഭവം അത് പലരും പറയും. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്രേ ഞാനിതിൽ കാണുന്നു. വലിയ നടത്തി വന്നതിന് ശേഷം എന്നുള്ളത് നമ്മളെ കേരള കായിക മേഖലയെ കൂടെ ഉത്തേജിപ്പിക്കേണ്ടതില്ലേ? ഈ ഫുട്ബോൾ മേഖലയിലൊക്കെ നമ്മളെ പോരായ്മകളൊക്കെ പരിഹരിക്കുക, അതിനും കൂടെ ഊർജ്ജമാവുമല്ലോ. നോക്കൂ, നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഈ ഗവൺമെൻറ് 2ാം ഗവൺമെൻറ് വന്നതിന് ശേഷം ലക്ഷ്യം വെച്ചു. അതിലൊന്നായിരുന്നു ISSK. അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ISSKയിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഫുട്ബോൾ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. അതിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തതിനു ശേഷം കേരള ഫുട്ബോൾ അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തു. അതൊക്കെ അതിന് ശേഷം ഉണ്ടായതല്ലേ. മാത്രമല്ല വലിയ പരിശീലന പരിപാടികൾ, ഇപ്പോൾ ഗോൾ അടക്കമുള്ള പദ്ധതികൾ നമ്മൾ അനൗൺസ് ചെയ്തു. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ GB രാജ നോക്കൂ, അതിന് ശേഷമല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. സുബ്രത കപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയില്ലേ. വളരെ പിന്നിൽ നിന്നിരുന്ന ടീമുകളായിരുന്നു. ഇന്ന് അവർ ഇപ്പോൾ അത്ലറ്റ് മീറ്റ് നടന്നു. എത്രയോ സ്വർണം, 16 സ്വർണം, 10 വെള്ളി, ബ്രോൺസ് എല്ലാം കിട്ടില്ല. എത്ര മെഡലുകൾ കിട്ടി. അപ്പോൾ കായിക മേഖലയിൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. 3500 കോടി രൂപ 9 വർഷത്തെ കണക്കുകളെടുത്താൽ NMLA ഫണ്ടുകൾ, പ്ലാൻ ഫണ്ട്, ബഡ്ജറ്റ് വീതം, കിഫ്ബി 3500 കോടി രൂപ നമ്മൾ കേരളത്തിൽ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും സ്റ്റേഡിയം ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ മറുപടി പറയാം? മത്സരിക്കുന്ന മണ്ഡലമല്ല, മത്സരിച്ച മണ്ഡലം. അതാണ് ശരി. അപ്പോൾ ഇതുമായി ബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലേ, കഴിഞ്ഞ തവണ നിങ്ങൾ വളരെ കൂടുതൽ ചോദിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് 26 നിങ്ങൾ എടുക്കാത്ത ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം. നമ്മളെ ഇലക്ഷൻ സമയത്ത് ഇതൊന്നും അല്ലല്ലോ. ഇത് ഓണം സമയമാണ് നമ്മൾ ആഗ്രഹിച്ചത്, ഒക്ടോബർ നവംബർ ഈ ഒരു സമയം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസണാണ്, നല്ല കാലാവസ്ഥയാണ് നവംബർ ഡിസംബർ കേരളത്തിൽ. അപ്പോൾ ആ കാലാവസ്ഥയിലാണ് കളിക്കാരൊക്കെ കൊണ്ടുവരാൻ നല്ലത്. അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ പുതിയ വേൾഡ് കപ്പ് 2026 വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ മെസ്സി തന്നെ അദ്ദേഹം തന്നെ ഇപ്പോൾ വിരമിക്കാൻ പോകും എന്നിപ്പോൾ കേൾക്കുന്നു, വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
നമുക്ക് ഈ കുറേ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചത്. ഞാൻ അതിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചതല്ല. അല്ല അത് തന്നെ, നമ്മളിപ്പോൾ എല്ലാ പഞ്ചായത്തിലും കളികളുണ്ടാക്കുന്നു. ഇത് വലിയൊരു പദ്ധതിയല്ലേ. ഇപ്പം എത്രയായി? 167 പഞ്ചായത്തുകൾ തുടങ്ങി. ഇനി കുറച്ച് പഞ്ചായത്തുകളിൽ പണം സ്ഥലമില്ലാത്തതുണ്ട്. അപ്പം അവർക്ക് അടുത്ത ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങാനും കൂടി ഒരു പ്രൊഫഷൻ വെക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും കളികൾ. ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റ് ഇല്ല, അതും കൂടി ആലോചിക്കുന്നു. നമ്മളത്ര മോശമൊന്നുമല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിൽ. പിന്നെ കായിക മേഖല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അവിടെ ഒരു സ്പിരിറ്റേ ഉള്ളൂ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. അത്ര വിമർശനം ഇതൊന്നും ഞാൻ ഏതായാലും ഇല്ല. മെസ്സിയെ കാണാൻ കഴിയാന്നുള്ളൊരു ആഗ്രഹത്തിന്റെ കൂടെ ഇത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ വലിയ നേട്ടം ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ട് ലോകം മൊത്തം കാണുന്നുണ്ട് മെസ്സിയെ പോലെ ഒരു കേരളത്തിലേക്ക്. അപ്പൊ അതും അനന്ത സാധ്യതകളാണ് തുറന്നത്. അതില് സ്പോർട്സ് അക്കൗണ്ട് ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് ആണ് മൂന്നാറിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു കണ്ടന്റ്. അതാണ് സ്പോർട്സ് ടൂറിസം. ഇതെല്ലാം സ്പോർട്സ്. ഇപ്പൊ ക്രിക്കറ്റ് മത്സരങ്ങൾ വരിക, ഫുട്ബോൾ മത്സരങ്ങൾ വരിക, ഇതൊക്കെ അതിൽ നിന്ന് വരുന്ന കുറേ പല ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്ന പണം, അതല്ല അത് തന്നെയാണല്ലോ ഇൻകം എന്നുള്ളത്. പക്ഷെ സ്പോർട്സ് ടൂറിസമാണത്. ഈ AIFF ആദ്യം നിരസിച്ചായിരുന്നു. കാരണം 2047 മിഷൻ പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നാണല്ലോ കേരള സർക്കാർ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആരാ നിരസിച്ച്? അതല്ല, അങ്ങനെയല്ല. AIFF ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞു അർജന്റീനയ്ക്ക് വരാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് നിരസിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെ പഴയ കളിയാണോ നിങ്ങൾ? അതെ, ഡൽഹി 2022 ലോകകപ്പ്. അതറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോ അടുത്തതല്ലേ ഇതിന് ശ്രമിച്ച്, ഒന്നും അറിയില്ല. ഇതൊന്നാമത് എന്താ അറിയോ, ഇതില് വേറെ കാര്യം, ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഫിഫ വിൻഡോ എന്നുള്ളത് ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകൾക്ക് ഈ ഒരു വിൻഡോയിൽ എവിടെയും പോയി കളിക്കാം. അതിന് പ്രത്യേകം ആരുടെയും അനുമതി, അതായത് സർക്കാരുകളുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ മറ്റൊന്നുമില്ല. അതൊക്കെ ഏതുതരം എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. പക്ഷെ നമുക്കതിൻ്റെ നിലവിൽ കായിക മന്ത്രാലയത്തിൻ്റെ അനുമതി നമുക്കുണ്ടല്ലോ. പിന്നെ അതേക്കുറിച്ച് നമ്മൾ പെട്ടത് കത്തെഴുത്തും മറുപടിയും. നമ്മൾ ബ്രസീലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് ഒരു ഒഴിവില്ല. അങ്ങനെ ഇതിനൊരു രസമാണല്ലോ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ അവർക്ക് സമയമില്ല. അവർ വേറെ എവിടെ കമ്മിറ്റ് ചെയ്തു പോയി. ഞാൻ ആദ്യമേ പറഞ്ഞത് സ്പോർട്സ്മാൻ ഇതൊക്കെ പറയട്ടെ. നമ്മൾ പറഞ്ഞ ഒരു കാര്യം, വിവാദം ഉണ്ടായപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ശ്രമിക്കുക എന്നുള്ളതിന് വലിയ കാര്യമില്ല. ഇങ്ങനത്തെ ഒരു ലെജൻഡിനെ കൊണ്ടുവരിക, അത്രയും നമ്മളതിനെ കണ്ടാൽ മതി. അതൊക്കെ ഇപ്പോൾ നമ്മളെ മാതൃഭൂമിയൊക്കെ മോശ എന്താണ് ദിനചര്യകളൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അതെ അല്ല, അതൊക്കെ ഒരു രസം. നല്ല പബ്ലിസിറ്റി കിട്ടിയില്ലേ നമുക്ക്. ആയിക്കോട്ടെ, കുറേ സമയം ഇങ്ങനെ ഒന്നുമില്ല. ഇത് തന്നെ ഇത് അത് തന്നെ പറയാം. അതൊക്കെ പറയണല്ലോ. കാരണം ഇതിൽ തന്നെ ഇത് കൊടുക്കണേ. അല്ല, സന്തോഷം എന്നുള്ളതല്ല, നമ്മളന്നും ഇതേ സന്തോഷം തന്നെ പറഞ്ഞു. പക്ഷെ നിങ്ങളതിനെ സ്വീകരിച്ചില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ അന്നൊന്നും മാറ്റമല്ല. നമ്മളത് കളി അല്ല, ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ല. അഭിനന്ദനങ്ങൾ നടന്നുകൊണ്ട് ഫോൺ കോളൊക്കെ വന്നോ ഈ വാർത്ത വന്നതിന് മുന്നേ? അയ്യോ, ഒരാളുണ്ട്. അല്ല, കുറെ ഇത് ആഗ്രഹിക്കുന്ന കുറെ ആളുണ്ട്. അതിന്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ സന്തോഷ് ട്രോഫിയൊക്കെ മലപ്പുറം നടത്തിയ എന്തുമാതിരി ജനമായിരുന്നു. അതാണ്. അപ്പൊ ഇത് ഇലക്ഷനുമായി കൂട്ടിക്കൊടുക്കണ്ട, രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്ക് ഇതിനെ മാറ്റാം.
പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, LDF പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ തെറ്റായിട്ട് പറയും. ഇപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരികയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും, അതറിയില്ല. അപ്പൊ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു വെർഷനിൽ നമ്മൾ പോകണ്ട. ഈ ഫിഫ വിൻഡോ എന്ന് പറഞ്ഞ് കൊല്ലത്തിൽ 3-4 വിൻഡോകളാണ്. ചില വിൻഡോസ് നമ്മൾ പേരും മഴയാവും, അവിടെ കൂടുതൽ കളിക്കാൻ പറ്റില്ല. അമിതമായ ചൂടുള്ള സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല. കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ ഉള്ളത് ഡിസംബർ നവംബറിലാണ്. ഒരു പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ സീസൺ അതാണ്. നമ്മൾ അതാണ് പ്രതീക്ഷിച്ചും അതാണ് ഇപ്പം നടന്നു. അതിനപ്പുറം വേറെ ഒന്നുമില്ല, വേറെ ഒന്നിനും കാണണം. ഞാൻ കാണുന്നില്ലേ, എൻ്റെ കാര്യം പറയാം. അല്ല, അതുണ്ടാക്കണം, അതാണ് പറഞ്ഞത്. പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ലേ, എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നമ്മള് മലപ്പുറത്ത് തന്നെ സന്തോഷമൊക്കെ പുറത്ത് വെച്ച് കാണിച്ചു കൊടുത്തില്ല, അത് തന്നെ അതൊക്കെ ഉണ്ടാവും. പിന്നെ മെസ്സിയെ കാണാന്നുള്ള ഒരാഗ്രഹം ഉണ്ട്, അത് നടത്തിക്കണം, അതിന് ശ്രമിക്കാം. റാലി ഫാൻ ഷോ എന്തായാലും ഉണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമല്ലേ, നോക്കാം. അപ്പൊ ഇത്ര മതി നമുക്കല്ലേ, ഇങ്ങനെ പരിപാടികൾ പോവാണ്. ശരി. SSLC+2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ജിഫ്സ.